ഹായ്, നമസ്കാരം. നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ലിംഗ് ഷോട്ട് ടൂൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കാണത്തില്ലേ, മൊത്തം മൂടല. വെയിൽ കാരണം സഹിക്കാൻ പറ്റാൻ എൻ്റെ കുട എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. കേട്ടോ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ട്. ഞാൻ എല്ലാ വീഡിയോക്കകത്തും കാണിക്കാം. നല്ല സൂപ്പർ പെർഫോമൻസ് കേട്ടോ ഈ ഡാർട്ട്. അടിപൊളി ഡാർട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ കവണ. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഫിഷിങ്ങിന് വന്ന സ്പോട്ട് ഇതാണ് കേട്ടോ. വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞ് കിടക്കുന്നു. അങ്ങേറ്റം മുതൽ ഇങ്ങനെ അങ്ങ് പോവുക. അതായത് ഉണ്ടോ, ഇങ്ങനെ വരെയുണ്ട്, അവിടം വരെയുണ്ട്. അവിടെയെല്ലാം അങ്ങ് പോവുക കേട്ടോ. ഞാൻ ഇവിടുന്ന് അവിടം വരെ പോയി നോക്കുകയുള്ളൂ. ആ മരം നിൽക്കുന്നതിൻ്റെ അപ്പുറം വരെ കാണാമോ കണ്ടോ. ആ വെള്ളം കണ്ടോ നിങ്ങൾ, കലങ്ങി മറിഞ്ഞ്. ഇവിടെ എല്ലാ തോട്ടിലെയും വെള്ളം ഇപ്പോൾ ഇങ്ങനെയാണ്. മഴയുടെ ആണോ എന്നാണെന്നറിയത്തില്ല, ഭയങ്കരമായിട്ടും ഒഴുക്കായിട്ട് കിടക്കുക വെള്ളം. അപ്പോൾ ഏതായാലും നമ്മൾ ഫിഷിങ് നിർത്തി കേട്ടോ. ഞാൻ രാവിലെ 10 മണിയായപ്പം വന്നതാണ്. 9:30 10 മണിയായപ്പം വന്നതാണ്. ഇപ്പോൾ സമയം തന്നെ 1:25 അപ്പോൾ ഈ വെയിലായതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ കിട്ടിയതിനകത്ത് 3-4 മീനിൻ്റെ ഷൂട്ടില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഈ ഫോണിലാണ് എടുക്കുന്നത്. വെയിൽ അടിച്ചപ്പോഴത്തേക്ക് ഇത് ഓവർ ഹീറ്റിംഗ് ആയെന്ന് പറഞ്ഞാൽ കൈ കാണിച്ച്, പിന്നെ വീഡിയോ ആകുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം ബാഗിനകത്ത് കൊണ്ട് വെച്ച് തണുത്തോട്ട് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ പിന്നെ എടുത്തിടും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫിഷിങ്. അതുകൊണ്ട് ഷൂട്ടൊന്നും മിക്കവാറും ഷൂട്ടില്ല. ഏതായാലും നമുക്കിന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്ത മീൻ കിട്ടി കേട്ടോ. നല്ല രീതിയിൽ മീൻ കിട്ടി. വെള്ളം ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നല്ലപോലെ മീൻ പൊങ്ങുന്നുണ്ട്. ഇപ്പോഴും മീൻ പൊങ്ങുന്നുണ്ട്. ഞാൻ മടുത്ത് അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് ഫിഷിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് മീൻ മറിഞ്ഞിട്ട് പോയതുണ്ട്. സിലോപ്പിയത് അവിടെ ഇവിടെയൊക്കെ മറിയുന്നുണ്ട്. ഞാൻ മടുത്ത് ടയേർഡായി, അതുകൊണ്ടാണ്. വിശക്കൊന്നുമുള്ളൂ, കഴിച്ചില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ചാനലൊന്ന് ലൈക്ക് അടിച്ചേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഒരു ലൈക്ക് ഒരാളടിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഞാനല്ല, അതുപോലെ നിങ്ങളും. അപ്പം 400 പേരും 350 പേരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അതിനകത്ത് ഒരു വീഡിയോയ്ക്ക് ഒരു 5 പേര് വീതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നമുക്ക് സന്തോഷം. പ്ലീസ് സബ്സ്ക്രൈബ് മീ. ഓക്കെ, അപ്പം വേറൊന്നും പറയാനില്ല. ഇനി നമുക്ക് കിട്ടിയ മീനൊക്കെ കാണണ്ടേ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. ഉണ്ടോ, നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. 1 കിലോ സൈസൊക്കെ ഉള്ള സിലോപ്പിയ. ഉണ്ടോ, 1 കിലോ സൈസുള്ള സിലോപ്പി. 1 കിലോ തന്നെ കാണുകയില്ല, എന്നാലും പറയുക. തീരെ മോശമല്ലാത്ത സാധനമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. 1 2 3 4 5 6 7 8 ഒരു കോലാനും. ഉണ്ടോ, ഇപ്പം ഇത്രയും മീനാണ് നമുക്കിന്ന് കിട്ടിയത്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഫിഷിങ്ങിന് വന്നിട്ട് ഇത്രയും മീൻ കിട്ടുന്ന ഇന്നാണ്. എല്ലാത്തിനും ഒന്നും ഷൂട്ടില്ല. ഈ വലുതിൻ്റെയൊക്കെ ഷൂട്ടൊന്നും കിട്ടിയില്ല. ഞാനിതിനെ അടിച്ച് കരയിലോട്ട് കയറ്റുന്ന ഭാഗമൊക്കെ ഉള്ളൂ. ഉണ്ടോ, ഇതൊക്കെ കീറിപ്പോയത് അടി കൊണ്ടിട്ട്. ഇവിടെ ഇത് കീറിപ്പോയി, ഇത് കീറിപ്പോയി. ഇതുമൊക്കെ ഉള്ളൂ അടിച്ച് കിട്ടിയുള്ളൂ കറക്റ്റായിട്ട്. ബാക്കിയെല്ലാം വലിച്ച് ഇപ്പോൾ ഭയങ്കര ചപ്പായി സൈഡിൽ. ചപ്പിനകത്ത് പോകുന്ന അതിനടിയിലോട്ട് കയറി ഉടക്കും. പിന്നെ ഞാൻ ഇറങ്ങിയെടുക്കുക വെള്ളത്തിൽ. അപ്പം മീൻ കണ്ടില്ലേ, ഇത്രയാണ് നമുക്ക് കിട്ടിയ മീൻ കേട്ടോ ഇന്ന്. ഓക്കെ, മീൻ കണ്ടോ, കാണാമോ മീൻ? കണ്ണാടി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കാണത്തില്ല, കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയ മീൻ കേട്ടോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ സൈൻ ഓഫ്. ഓക്കെ.
ബൈ. നമുക്ക് അടിപൊളി ഒരു സിലോപ്പിയ ഷൂട്ട് കാണാം കേട്ടോ. കാലക്ക വെള്ളം എന്നാലും ഒരു വെള്ളപ്പാട് പോലെയൊക്കെ കാണാം. സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓടിയാണ്ട പുല്ലിനകത്തോട്ട് സൈഡിലോട്ട് വരുക. എന്താ ആ പുല്ലിനകത്തോട്ട് വരുക. പുല്ലിനകത്തോട്ട് വന്ന് കയറും. ഇപ്പം കയറും. കയറി. ഈ മീൻ നമ്മൾ വലിച്ചു പൊക്കുമ്പോൾ ഊരി ആ പുല്ലിനകത്തോട്ട് വീഴുന്നുണ്ട്, ഈ തോടിൻ്റെ സൈഡിൽ തന്നെ. നമ്മൾ പിന്നെ ഞാൻ ഇറങ്ങി എടുക്കുക. അവന് പുല്ലിനകത്ത് കിടന്നിട്ട് കാണത്തില്ല. ഭയങ്കര പുല്ലാന്ന് ഈ സൈഡിൽ നിൽക്കുന്നത്. ഇവിടെ ഊരിപ്പോയി. നമ്മൾ ആ പുല്ലെല്ലാം പകുഞ്ഞു മാറ്റി ഇറങ്ങി പോവുക. ചെരിഞ്ഞ് കിടക്കുക. തോട്ടിൽ പോയാൽ ഫോൺ ക്യാമറയും എല്ലാം തന്നെ. ഇതുവരെ പോയില്ല ഊരി. വലിക്കുമ്പം ചുറ്റിയിട്ട് വലിക്കുമ്പോഴാണ് ഊരി പോകുന്നത്. ഇത് കൂടുന്ന പുല്ല് ഈ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുക. ആ താഴെ വലിച്ചു പോയി, താഴെ പോയി. നമ്മൾ തപ്പി ഇറങ്ങി പോവുക. തപ്പി ചെന്ന് കാണത്തില്ല. ഇതിന് അടിയിലോട്ട് ഈ പുല്ലിൻ്റെ ഇടയ്ക്കോട്ട് ഇവിടെ തുള പോലെയുണ്ട്. അതിനകത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് കാണത്തില്ല. ഞാൻ ഓർത്തത് വെള്ളത്തിൽ പോയെന്നാണ് ഓർത്തത്. പക്ഷെ അതിനോടെ കിടപ്പുണ്ടായിരുന്നു. കിട്ടി അങ്ങനെ കയറ്റി. എന്തെല്ലാം കഷ്ടപ്പാടല്ലേ. തപ്പുന്ന തവള. തവളനെ പിടിക്കാൻ പണ്ട് പോകുന്ന പോലെ മീനെ അടിച്ചേച്ചു. പുല്ലേൽ ഉടക്കി കിടന്നപ്പോൾ ഞാൻ ബലമായിട്ട് വലിച്ചപ്പോഴത്തേക്ക് അത് ബ്രൈഡ് കീറിപ്പോയി. അത് ദേഹം അടി കൊണ്ട ഭാഗം. ഞാൻ കയറ്റുമ്പം കാണിച്ചു തരാം ആ സാധനത്തിൻ്റെ എവിടെയാണ് കീറിപ്പോയെന്നുള്ളത്. അങ്ങനെ നമ്മളവനെ എടുത്തു. കിട്ടി. ഇതാണ് ആ മുതൽ. ഇവിടെ കൊണ്ട് ഊരിപ്പോയാ പുല്ലാരോടൊക്കെ. അങ്ങനെ നമ്മൾ ഇറങ്ങി എടുത്തു. ബായി കുറച്ച് അപ്പുറത്തോട്ട് മാറിയിരിക്കുക. നമുക്ക് അവിടെ കൊണ്ടുപോയില്ലോ. ഇതുണ്ടോ കീറിപ്പോയ പോർഷൻ കണ്ട. മുള്ളിൻ്റെ തൊട്ട് താഴെ അടിയുണ്ട്. അത്രയും കട്ടിയുള്ള ഭാഗമായിട്ട് പോലും കീറിപ്പോയി. അപ്പോൾ അടി കിടക്കുന്ന പുല്ല് അകത്തെ കയറി ഉടക്കുന്നത് എന്നാ ബലമാണെന്ന് ഓർത്തോണം. ബലം ഇച്ചിരി മോശം ബ്രൈഡാണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്യും. നല്ല ഇതായിരുന്നു കണ്ടോ. ഉണ്ടോ അവിടെ അടി വിട്ടുപോകുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ലേല് കയറിപ്പോയി. വലിച്ചപ്പോൾ കണ്ടില്ല, പുല്ലെ കയറി ഉടക്കി. മീനെയൊക്കെ ലാസ്റ്റ് കാണിക്കാം. കുറേ ഷൂട്ട് എനിക്ക് മിസ്സായതല്ല, എൻ്റെ ഫോണേ വെയിൽ കണ്ടോ. നമുക്ക് അടുത്ത് ഒരു മീനെ അടിച്ച് വലിച്ച് കയറ്റുന്ന എടുക്കാൻ പറ്റില്ല. വലിച്ച് കയറ്റി. ഓക്കെ. വലിച്ച് കയറ്റി കരയിട്ടിരിക്കുക. ഉണ്ടോ നല്ല ഹെവി ഒരു സിലോപ്പിയ കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ട് ഈ ടൈപ്പ് സാധനമൊക്കെ. മുതൽ കണ്ടോ. ഇതൊക്കെ ഏതാണ്ട് 1 കിലോ അടുത്ത് വരും. ഇത്രേ ഉള്ളൂ. 1 കിലോയ്ക്ക് മേളിലൊന്നുമില്ല. 1 kg പ്ലസ് സിലോപ്പി. 1 കിലോ തന്നെ കാണുകയല്ല, അതായിരിക്കും. അതും കുഴപ്പമില്ല. സൈസ് സാധനമല്ല. അങ്ങനെയുണ്ട്. അടിപൊളി. അങ്ങനെ നമുക്ക് കിട്ടിയില്ലെന്ന് പറയരുത് കേട്ടോ. 1 kg പ്ലസ്. ഓക്കെ. അവനെ നമുക്ക് ഊരി കവറിനകത്തിട്ട് വെച്ച് നമുക്ക് അടുത്ത ഒരു സിലോപ്പിയനാണ് നമ്മൾ അടിച്ച് കയറ്റിട്ടുണ്ട്. അത് വലിയ തരക്കേടില്ലാത്ത സൈസ് കേട്ടോ. വരണം മുമ്പേ കാണിച്ചതിൻ്റെ അത്രയും തന്നെ ഇല്ല. ഇങ്ങനെ കാണിക്കട്ടെ. വെള്ളം വെക്കാതെ
എന്നാലും കുഴപ്പമില്ലാത്ത സൈസാണ്. ഞങ്ങളെ നമുക്ക് ഊരി ആ ബാഗിനകത്തോട്ടിടാം. നമുക്ക് അടുത്ത വല്ലവരും കിട്ടുമെന്ന് നോക്കാം. ഒറ്റ ഷൂട്ട് കിട്ടിയില്ലെന്നുള്ളത് ഭയങ്കര സങ്കടമായിപ്പോയി. എന്താ ഓടിപ്പോയവൻ്റെ വാലിനിട്ട് അവനെ എടുത്ത്. വാലയിലടിച്ചതല്ല, തലയ്ക്ക് അടിച്ചേ. ഓടിപ്പോയ വഴി വാലെ കൊണ്ട് ശരണം മാറിയേ പോയതിനെ കിട്ടുകയായിരുന്നു. എല്ലാം ഒരുമാതിരി സൈസ് സിലോപ്പിയാണ് കേട്ടോ. 1 kg പ്ലസൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. വലിയ ഹെവി സാധനം കിടപ്പുണ്ട്. ഇവരൊക്കെ അങ്ങ് ലോങ്ങാണ് നിൽക്കുന്നത്. കാണത്ത് പോലുമില്ല ഈ വെള്ളം ഇങ്ങനെ കലക്കലാകണ്ടേ. ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് പൊങ്ങി വരുന്ന പോലെ കാണാം. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നമ്മൾ സ്ലിങ് അങ്ങോട്ട് നീട്ടുമ്പോഴേ ഒറ്റ പോക്കാവും മലടിയിലോട്ട്. പിന്നെ 7 പഞ്ചായത്തിൽ നോക്കിയാൽ കാണത്തില്ല. അടിച്ചപ്പോൾ ക്യാമറ ഓഫായിരുന്നു. അടുത്തൊരു സിലോപ്പിയനെ വലിച്ചു കയറ്റുന്ന ഭാഗമാണ് കേട്ടോ. ഇതും ഊരി പോവുക. ഈ പുല്ലേരോടൊക്കെ അത് കീറി പോവുക. അത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങും മിക്കവാറും. ഇതല്ല കേട്ടോ, അടുത്തതാണെന്ന് തോന്നുന്നു. കീറി ഊരി പോകുന്നു. അവനെ അടിച്ച് നമുക്ക് കരയ്ക്കോട്ട് കിട്ടി. കറങ്ങി അതിനകത്ത് കിടന്നു. ഇത് ആവറേജ് സിലോപ്പിയ. തീരെ ചെറുതൊന്നുമല്ല. അല്ല, തീരെ ചെറുതുമല്ല, വലിയ ഭയങ്കര വലുതുമല്ല. ഒരു ആവറേജ് ടൈപ്പ്. ഇപ്പോൾ കാണിക്കാം. ഇതെല്ലാം ഒന്ന് അഴിച്ചെടുക്കട്ടെ. മീഡിയം സൈസാണോ? ഓക്കെ, മീഡിയം ടൈപ്പ് എന്നൊക്കെ പറയാം. മീഡിയം ഇല്ല, അതിൽ താഴെ. ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോന്നും കിട്ടുന്നത് നല്ലതാണ്. വലിയതിനെ തന്നെ അടിക്കാൻ നിന്നിട്ട് കാര്യമുണ്ടോ? കണി കാണുന്നതിനെ അടിക്കുക. അടുത്ത ഒരു സിലോപ്പിയാനോടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് നമുക്ക് കൂടിനകത്തോട്ട് ഇട്ടേച്ചു. കൂടിനകത്ത് ഭയങ്കര കട്ടിയാണ് മുകളിൽ. ഓക്കെ, നമുക്കടുത്ത് ഒരു സിലോപ്പിയാനയും കൂടെ അടുത്ത സിലോപ്പിയാനോടെ കയറ്റുന്ന കാണിക്കാം. അടുത്ത സിലോപ്പിയാന അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിടയ്ക്കാതെ അടികൊണ്ട് കീറി വിട്ടുപോയി. ഇവിടെ കീറിപ്പോയി. ഇതുണ്ട് ഈ ഭാഗം. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി എടുക്കുമായിരുന്നു. പുല്ലിനകത്ത് ഉടക്കി നിൽക്കുക. അവനെ പിടിച്ച് കരയ്ക്ക് കയറ്റിയപ്പോൾ വിട്ടുപോയി, കീറിപ്പോയി അമ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക്